ഇത്രയും നന്മ ചെയ്യുമ്പോഴാണ് ഹിംസ മുതലായിട്ടതെല്ലാം കയറി വരുന്നത്. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്? ഞാൻ കഠിനമായിട്ടുള്ള ഈ ദുഃഖം കളയാൻ വേണ്ടിയിട്ട് യോഗയുടെ പാതയിലേക്ക് തിരിഞ്ഞു വന്നിരിക്കുകയാണ്. യോഗധർമ്മ സഹല്വഹം തെക്വാ വിതർക്കാൻ പുനഃ പുനഃ താൻ ആദദാന. ആ ഞാൻ വേണ്ടാന്ന് വെച്ചത് തന്നെ പിന്നെയും ഞാൻ അങ്ങോട്ട് കയറി അത് ആഗ്രഹിക്കുന്നത് ശരിയുണ്ടോ? പറയാണ് തുല്യഹ സ്വവൃത്തേന ഇതി. ഇത് പട്ടികൾക്ക് തുല്യം. പട്ടിയാണ് ഛർദ്ദിച്ചത് തന്നെ തിന്നും, അതിന്റെ വായിന്ന് ഒഴുകുന്നത് തന്നെ നക്കും. അത് പട്ടീന്റെ പണിയല്ലേ? ഞാനത് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ഒരിക്കൽ ഉപേക്ഷിച്ചത് തിരിച്ച് ഞാൻ കഴിക്കാൻ പാടുണ്ടോ? യഥാശ്വാ വാ അന്താവലേഹി. അന്താവലേഹി അത് ഈ ഒഴുകുന്ന അവന്റെ വായിന്ന് ഒഴുകുന്നത് തന്നെ അവൻ നക്കും. അപ്പോ അത് തഥാ തെക്തസ്യ പുനരാദാനം, ഉപേക്ഷിച്ചത് വീണ്ടും എടുക്കുക എന്നുള്ളത് ശരിയല്ലല്ലോ എന്ന് സൂത്രേഷു സൂത്ര അന്തരേഷു അഭിയുക്തം. ഇത് മറ്റ് സൂത്രങ്ങൾക്കും ബാധകമാണ്. അഹിംസ, സത്യം എല്ലാറ്റിനും ഇത് ബാധകമാണ്. ഇനി അടുത്തത് വിതർക്കാഹിംസാദയ കൃതകാരിതാനുമോദിത ലോഭക്രോധ മോഹപൂർവക മൃദുമധ്യാധിമാത്ര ദുഃഖാജ്ഞാനാനന്ദഫല ഇത് പ്രതിപക്ഷഭാവം. അപ്പൊ പ്രതിപക്ഷഭാവനം എങ്ങനെ വേണം? വിതർക്കം വന്നാൽ പ്രതിപക്ഷം ഭാവനം ചെയ്യണമെന്ന് നമ്മൾ ചെറുങ്ങനൊരു ഉദാഹരണം കൊടുത്തിട്ടുള്ളൂ. വ്യാസൻ അതിന് വിശദമായിട്ടുള്ള ഉദാഹരണം കൊടുത്ത് അത് പിന്നെ ഒരുപടി കാര്യങ്ങൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഹിംസ തന്നെ പലതരമുണ്ട്. കൃത കാരിത അനുമോദിത. ചെയ്യുന്ന അത് നേരിട്ട് ചെയ്യുന്നത് ഒരു ഹിംസയാണ്. പിന്നെ കാരിത, മറ്റുള്ളവനെ കൊണ്ട് ചെയ്യിക്കുക. നമുക്ക് അടിക്കാൻ കഴിയില്ല, എന്നാ മറ്റവനൊരു 100 രൂപ കൊടുക്കുക, ഒരടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് അടിപ്പിക്കുക. പിന്നെ അനുമോദിത, അപ്പൊ ഈ നേരിട്ട് അടിക്കുന്നതിനേക്കാളും നമുക്ക് ഫലം ഉണ്ടാവില്ലല്ലോ, നമുക്ക് പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെ കൊണ്ട് പൈസ കൊടുത്തിട്ട് അടുപ്പിച്ചിട്ടോ. അത് മാത്രല്ല, അടിക്കുന്നത് കണ്ടാൽ അനുമോദിക്കുക, നന്നായി എന്ന് പറയുന്നത് പോലും ഹിംസയാണ്. ആ ഹിംസ തന്നെ ഏകൈക പുനഃ ത്രിധ, അത് തന്നെ 3 തരം. ഒന്ന് ലോഭേന, നമ്മുടെ അത്യാഗ്രഹം കൊണ്ട്, അതായത് മാംസചർമാർത്ഥേന. ഒന്നിനെ കൊന്നാല്, കൊല്ലലാണല്ലോ ഹിംസ, കൊന്നാല് മാംസം കിട്ടും, അത് വിറ്റ് പൈസയാക്കാം. ചർമ്മം, അതിന്റെ തോല് വിറ്റിട്ട് പൈസ. അത് ഒന്ന്, അതിനെ കൊണ്ട് നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹിംസ. ഇനി ക്രോധേന, രണ്ടാമത്തേത് ക്രോധം കൊണ്ട്, ദേഷ്യം വന്നു, അവന് എന്തോ ഇങ്ങോട്ട് പിന്നെ അപകാരം ചെയ്തു. അപകൃതമനേന ഇത്, ഇവൻ എന്നോട് ഒരു അപകാരം പിന്നെ എതിര് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവന് കൊടുക്കണം. അങ്ങനെയുണ്ട്. മോഹേന ധർമ്മോമേ ഭവിഷ്യതി. മോഹേന, മൂന്നാമത്തേത് മോഹം കൊണ്ട്. മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ബുദ്ധിശൂന്യത കൊണ്ട് എന്നർത്ഥം. അതില് പിന്നെ സാധാരണ ഉദാഹരണം പറയുന്നത്, ഈ യാഗത്തിനൊക്കെ ഹിംസ കഴിച്ചാല് എനിക്ക് പിന്നെ ഗുണം കിട്ടും എന്ന് ചിന്തിക്കുന്നതൊക്കെ മോഹമാണെന്ന് പറയുന്നു. ഏതായാലും ലോഭ ക്രോധ മോഹാഹ പുനഃ ത്രിവിധ. എങ്ങനെ 3 പറഞ്ഞു? ലോഭം ഒറ്റൊരു സംഗതിക്കാണ്, ഹിംസയെ പറ്റിയാ പറയുന്നത്. ഹിംസ 3 തരം. എന്തെല്ലാണ്? നേരിട്ട് ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക, ചെയ്തതിന് അനുമോദിക്കുക. 3 തരായേ. ഈ 3 തന്നെ 3 തരാക്കാം. ലോഭം കൊണ്ട്, ക്രോധം കൊണ്ട്, മോഹം കൊണ്ട്. അപ്പൊ 3 9. ഓരോന്നും അങ്ങനെ 9. അത് തന്നെ
ലോഭക്രോധമോഹാഹ പുനഃ ത്രിവിധ. ഇത് തന്നെ മൂന്നാക്കാം. എന്തെല്ലാണ്? മൃദു, മധ്യ, അതിമാത്ര. മൃദുലോഭം, മധ്യലോഭം, അതിമാത്ര ലോഭം, കുറച്ചേ ലോഭം. അതാണ് മൃദുലോഭം. പിന്നെ മധ്യലോഭം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ ലോഭം. അതിമാത്രം, കഠിനമായിട്ടുള്ള. ഇങ്ങനെ അപ്പോ 9 3 27ആയി. ഇങ്ങനെ ഇരട്ടി ഇരട്ടി ആയിട്ടുള്ള ഒരു കണക്ക്. ഞാൻ അതിന്റെ അടുത്തത് അതുപോലെ വായിക്കുന്നില്ല, നമുക്ക് സമയം മതിയാവില്ല എന്നുള്ളത്. ഇത് തന്നെയാണ് അത്. ഈ പിന്നെ 27 ഉള്ളത്, പിന്നെ 3 21 3 2 6 81 മാറും. ഇതിനെയും 3 ആക്കി. അതായത് മൃദുവിനെ മൃദു, മധ്യമൃദു, അതിമൃദു, മദ്യം, മൃദുമദ്യം, മധ്യമദ്യം, അതിമാത്ര മദ്യം. ഇങ്ങനെ ഉള്ള വലിയൊരു കണക്ക് ഇതിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് സമയം പോലെ വായിച്ചെടുക്കാം. അത് താല്പര്യം അത്രയും. അടുത്തത് അഹിംസാ പ്രതിഷ്ഠായം. നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ തിരിച്ചു വരാം, ഇല്ലെങ്കിൽ നമുക്ക് ഇത്. അഹിംസാ പ്രതിഷ്ഠായം തത് സന്നിധൗ വൈരത്യ. ഇനി അഹിംസ കൊണ്ടുള്ള ഫലമാണ്. അഹിംസയെ എടുത്തിട്ടില്ലേ നിയമത്തില് അഹിംസ അല്ല, യമത്തില് ഫലങ്ങളാണ് ഓരോന്ന് പറയാൻ പോകുന്നത്. അപ്പം അഹിംസ സർവപ്രാണിനാം ഭവതി, അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇല്ലേ. പിന്നെ അധികം അതിന് വ്യാഖ്യാനം കൊടുത്തിട്ട് അഹിംസ. അഹിംസാ പ്രതിഷ്ഠായം തത്സന്നിധോ വൈരത്യ. അഹിംസ പ്രതിഷ്ഠിതമായാൽ, അതിൽ ഉറപ്പ് കിട്ടിയാൽ, അഹിംസ ഒരുവന്റെ സാധനയുടെ ഭാഗമായി മാറിയാൽ എന്തായി തീരുന്നറിയോ? തത്സന്നിധവും വൈരത്യ. അവന്റെ സാന്നിധ്യത്തിൽ വൈരത്യാകും. എന്നുവെച്ചാല് കഠിന വിരോധികള് അവരുടെ വിരോധം അവിടെ അയാളെ മുമ്പിൽ എത്തുമ്പോൾ പോകും, നഷ്ടപ്പെടും. ഏതുപോലെയെന്ന് പറയാം. കീരി, പാമ്പ്. കീരിക്ക് പാമ്പിനെ കണ്ടാൽ സഹിക്കാനൊന്നും പറ്റും, പക്ഷെ പാമ്പ് അങ്ങോട്ട് വരെ. രണ്ടും തമ്മിൽ ഐക്യപ്പെടും അവരെ മുമ്പിലെത്തിയ. അതാണ് സിംഹം, മാൻ എന്നൊക്കെ പറയുന്നത്. അതാണ് സർവപ്രാണിനാം ഭവം. ഇതെല്ലാ പ്രാണികൾക്കും, മനുഷ്യന് മാത്രം എല്ലാവർക്കും ആ തത് സന്നിധവും, ആ അഹിംസ ഉറച്ചവന്റെ മുമ്പില് വൈരത്യ, വൈരം, ദേഷ്യം ഉണ്ടാവില്ല. ഇനി സത്യം, സത്യപ്രതിഷ്ഠായാം 36. ക്രിയാഫലാശ്രയത്വം. ക്രിയാഫലം അവനെ ആശ്രയിക്കും. സത്യം പ്രതിഷ്ഠമായ എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞത് ഫലിക്കും. അതാണ് ധാർമ്മികോ ഭൂയാ ഇതി ഭവതി ധാർമ്മിക. അയാള് ഈ സത്യത്തിൽ പ്രതിഷ്ഠ നേടിയവൻ നമ്മളെ നോക്കിയിട്ട് പറയാണ്, നീ പിന്നെ ധാർമ്മികനാവട്ടെ എന്ന് പറഞ്ഞാൽ എന്താവും? ധാർമ്മികനാവും. നിന്റെ എല്ലാ ദുഷ്ടചിന്തകളും പോവും. സ്വർഗം പ്രാപ്നുഹി, നിനക്ക് സ്വർഗം കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ സ്വർഗം പ്രാപ്നോതി, അവന് സ്വർഗം കിട്ടും. അമോഘ അസ്യ വാക്കം, അവന്റെ വാക്ക് അമോഘമാവും, മോഘമില്ല, അത് വ്യർത്ഥമാവില്ല, പറഞ്ഞത് ഫലിക്കും. അതാണ് അങ്ങനെയുള്ള ഈ വലിയ വലിയ ഇതപ്പോ ഇതിലപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. ഇതില് ഈ അഹിംസയിൽ പ്രതിഷ്ഠിതമായാൽ തന്നെ ഇതർത്ഥം അല്ല, സത്യപ്രതിഷ്ഠ ഉണ്ടാകും. സത്യം തന്നെ അങ്ങോട്ട് അതേ പറയൂന്ന് ഉറപ്പിച്ചാൽ ഇതൊക്കെ സംഭവം. അസ്തേയ പ്രതിഷ്ഠായാം, അസ്തേയം കക്കാതിരിക്കുക, അതില് പ്രതിഷ്ഠ നേടണം. പ്രതിഷ്ഠ പറഞ്ഞാൽ അതിൽ ഉറപ്പ്, വേറെ ഒരു മാറ്റമില്ല. അങ്ങനെ വന്നാല് സർവരത്ന ഉപസ്ഥാനം, എല്ലാ രത്നങ്ങളും
സർവദിക് സ്ഥാനസ്യ ഉപതിഷ്ഠന്തേ രത്നാനി. എല്ലാ ദിക്കുന്നും എല്ലാ സ്ഥാനത്തു നിന്നും രത്നങ്ങൾ അവന്റെ അടുത്തേക്ക് ഒഴുകി വരും. എന്ത് വേണം? അവന് അസ്തേയ പ്രതിഷ്ഠ. ഒരൊറ്റ ഒരുത്തന്റെ വേറൊരു സാധനം ഒരു തരത്തിലെങ്കിലും എടുക്കാത്ത തരത്തില് അതിൽ പ്രതിഷ്ഠ നേടാം. അതിനെയാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഓരോ പ്രതിഷ്ഠയെയും പറയുന്നത്. സത്യപ്രതിഷ്ഠ എന്ന് പറഞ്ഞു, അസ്തേയ പ്രതിഷ്ഠ, ബ്രഹ്മചര്യ. ബ്രഹ്മചര്യ പ്രതിഷ്ഠായാം വീര്യലാഭ. ബ്രഹ്മചര്യം പ്രതിഷ്ഠ കൊണ്ട് വീര്യം കിട്ടും. വീര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. സഹ വീര്യം കരവാവഹൈ. പലപ്പോഴും വീര്യം എന്ന് പറയുന്ന വാക്ക് വരുന്നത് ജ്ഞാനവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് സഹനാവവതു ഈ നമ്മള് ഒരു പഠനം തുടങ്ങുമ്പോഴാണ് സഹനാവവതു സഹവീര്യം കരം. വീര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വസ്തു പഠിക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം കേട്ടാല് മനസ്സിലാക്കാനുള്ള ഒരു ഷാർപ്പനെസ് ഓഫ് ദി ഇന്റലക്ട്, അതും കൂടി വീര്യത്തിൽ പെടും. അപ്പോൾ അതുകൊണ്ട് വീര്യം എന്നുള്ളത് വല്ലാത്തൊരു വാക്കാണ്, നമ്മളെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. അത് എവിടുന്ന കിട്ടുക? ബ്രഹ്മചര്യ പ്രതിഷ്ഠ. വീര്യം എന്നുള്ളതിന് ശുക്ലം എന്നൊരു അർത്ഥമുണ്ട്. ശുക്ലം നഷ്ടപ്പെടില്ല എന്നുള്ളൊരർത്ഥം. അത് മാത്രം പോരാ. അതാണ് യസ്യ ലാഭാത് അപ്രതിഘാൻ ഗുണാൻ ഉത്കർഷയതി എന്നാണ്. ഏതെന്തിന്റെ പ്രാപ്തിയെ? പ്രത്യേക ഗുണങ്ങളെ അതിക്രമിക്കാൻ. യസ്യ ലാഭാത് അപ്രതിഘാൻ ഗുണാൻ ഉത്കർഷയതി. അവന്റെ പ്രത്യേക ഗുണങ്ങൾ അതിനെ അതിക്രമിക്കാൻ വേറൊരാൾക്കും കഴിയും. അത്ര പവർഫുൾ ആയിരിക്കും അവന്റെ ബുദ്ധി. അതാണ് സിദ്ധശ്ച വിനയേഷു ജ്ഞാനമാധാതും സമർത്ഥോ ഭവതി. ആ സിദ്ധൻ അത്ര കഴിവുള്ള അയാൾക്കാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള യോഗ്യത. അതാണ് വിനയേഷു. വിനയം എന്ന് പറഞ്ഞാല് ഇയാളുടെ മുമ്പില് എല്ലാം സമർപ്പിച്ച് എന്നെ നീ എന്നെ പഠിപ്പിക്കണേന്ന്, ഗുരുവെ നീയാണ് ഗുരു എന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നവനാണ് വിദ്യാവിനയ സമ്പന്നെ എന്ന് പറയുന്നത്. ഒക്കെ പിന്നെ അറിവുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോ അങ്ങനെ ശിഷ്യൻ വിനയസമ്പന്നനായിരിക്കണം എന്ന് പറഞ്ഞാല് അറിവിന് അത്യാഗ്രഹിച്ച് നിൽക്കുന്നതിനെയാണ് ഇവിടെ വിനയം എന്ന് പറയുന്നത്. ആ വിനയേഷു ജ്ഞാനമാധാതും, അവർക്ക് ജ്ഞാനം കൊടുക്കാൻ സമർത്ഥോ ഭവതി, അയാൾ സമർത്ഥനായി തീരും. ഇതാണ് പിന്നെ ബ്രഹ്മചര്യ പ്രതിഷ്ഠായാം വീര്യം. അപ്പൊ ഗുരുവിന്റെ ഒരു യോഗ്യത ബ്രഹ്മചര്യ പ്രതിഷ്ഠ. ഗുരുവിന്റെ മാത്രമല്ല, ശിഷ്യന്റേത്. സഹവീര്യം കരവാവഹൈ. രണ്ടാക്കും വീര്യം. ഇനി അപരിഗ്രഹസ്ഥൈര്യേ. അഹിംസാ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. അപരിഗ്രഹസ്ഥൈര്യേ. അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ കൂട്ടി വെക്കാതിരിക്കും. അതാണ് ജന്മകഥന്താ സംബോധ. ജന്മകഥം, ജന്മ, എന്റെ ജനനം, എന്റെ പാസ്റ്റ് ഹിസ്റ്ററി. കഥം എന്താണ് എന്ന് ബോധം, എന്ന അറിവ് കിട്ടും. ഏതിൽ നിന്ന്? അപരിഗ്രഹം. അസ്യ ഭവതി കാഹ അഹം ആസം. ഞാൻ ആരായിരുന്നു? കഥം അഹം ആസം. ഞാൻ എങ്ങനെ ഇങ്ങനെയായി? കിം സ്ഥിതിതം. ഇതെന്താണ്? കഥം സ്ഥിതിതം. ഇതെങ്ങനെ ഇങ്ങനെ വന്നു? കേവാ ഭവിഷ്യാമഹ. ഇനി എന്തൊക്കെ വന്നു ചേരും? കഥം വാ ഭവിഷ്യാമ. അതെങ്ങനെ വരും? ഏത് തരത്തിലായിരിക്കും വരിക? ഇത്യേവമസ്യ പൂർവാന്ത പരാന്ത മധ്യേഷു ആത്മഭാവ ജിജ്ഞാസ. അവന് പൂർവന്ത പഴയതും
പിന്നെ വരാൻ പോകുന്നതും നടക്കുന്നതും എല്ലാറ്റിലും ജിജ്ഞാസയുണ്ടാകും. സ്വരൂപേണ അപവർത്തതേ. അപ്പോ അത് അവന് സിദ്ധി. ഏതാ യമസ്ഥൈര്യ സിദ്ധി. യമം കണ്ടുണ്ടാവുന്ന സിദ്ധികളാണ് ഇപ്പൊ പറയുന്നത്. നിയമേഷ്, അടുത്തത് നിയമം. ശൗചം. ശൗച സന്തോഷാധ്യായ പറഞ്ഞു. ശൗചം കൊണ്ടെന്താണ്? ശൗചാത് സ്വ അംഗജുഗുപ്സ പരൈരസം സർഗ. ശൗചം കൊണ്ട് സ്വാംഗേ ജുഗുപ്സായാം ശൗചം ആരഭമാ. സ്വ അംഗേ, തന്റെ അംഗം അവയവം, അതിലെ ജുഗുപ്സ നമുക്ക് എപ്പോ ഉണ്ടാവും. എപ്പോ മുഖം കഴുകിക്കൊണ്ടെന്ന് തോന്നുക. കൈ കഴുകുന്ന എന്തിനാ? ഇടക്കിടക്ക് കൈക്ക് എന്തോ ദോഷം വന്നു, എന്തൊരു പിന്നെ അശുചി വന്നിട്ടുണ്ട് എന്നാണ്. അങ്ങനെ അതിനോടൊരു വെറുപ്പ് തോന്നും, ജുഗുപ്സ. അപ്പൊ എന്ത് ചെയ്യും? ശൗചം ആരംഭമാണ്. അപ്പം കഴുകും. പിന്നെയോ കായാവദ്യദർശി കായാനഭിഷ്വംഗി എതിർത്തം. മൊത്തം ശരീരം മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൊത്തം ഒന്ന് കുളിച്ചേക്കാം. അങ്ങനെ തോന്നുന്ന അതാണ് ജുഗുപ്സ എന്ന് പറയുന്നത്. അത് ശൗചം കൊണ്ടുണ്ടാവുന്നതാണ്, ശുചിബോധം കൊണ്ട്. കിഞ്ച പരൈരസംസർഗ. അതുകൊണ്ട് എന്താവുന്നറിയോ? മറ്റുള്ളവരായിട്ട് സംസർഗം ഇല്ലാതാവും. ഏത്? ഈ ശൗചബോധം ഉണ്ട്. മറ്റുള്ളവന് തൊട്ടുകൂടാൻ തോന്നും. ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് നമ്മൾ 4-5 കൊല്ലം മുമ്പേ എന്താണ് അതിന്റെ കോവിഡ്. ഒരാളും പുറത്തിറങ്ങിയില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നെ ബാധിക്കേണ്ടെന്ന് വെച്ചിട്ട്. അതാണ് പരൈരസംസർഗ. ഞാൻ ആ സമയത്ത് യോഗയുടെ പ്രഭാഷണത്തിലൊക്കെ ഈ ഞാൻ കോട്ട് ചെയ്യാറ്. വ്യാസൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ശൗചം വേണമെന്നില്ല. അത് പൂർത്തിയായത് കോവിഡിന്റെ സമയത്ത്. അതാണ് പരൈരസംസർഗ, മറ്റുള്ളവനായിട്ട് സംസർഗം ഉപേക്ഷിക്കും. കിംച പരൈരസംസർഗ കായസ്വഭാവ അവലോകി സ്വമപി കായം ജിഹാസുഹു മൃജ്ജലാദിഭിരാക്ഷാളയന്നപി കായശുദ്ധിം അപശ്യ. തനിക്ക് എന്തെങ്കിലും ഒരു ശരീരത്തിന് ഒരു അശുദ്ധി വന്നാല് മണ്ണുകൊണ്ടും വെള്ളം കൊണ്ടും പിന്നെ മൃജ്ജലാദിഭി, മണ്ണ് വെള്ളം മുതലായത് കൊണ്ട് കഴുകിയിട്ടൊന്നും ശുദ്ധമാവുന്നില്ല എന്ന് കാണുമ്പം മറ്റേവന്റെ ശരീരം എത്ര കുഴപ്പമുള്ളതായിരിക്കും. കഥം പരകായൈഹി അത്യന്തമേവ അപ്രയതൈഹി. എങ്ങനെ അവരായിട്ട് സംസർഗം ചെയ്യും? അത് എനിക്കാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കുറച്ചൊക്കെ വൃത്തിയാക്കണം. മറ്റുള്ളവൻ വൃത്തിയാക്കി നമുക്ക് എന്താ അറിയാം? അതുകൊണ്ട് അത് ശൗചം കൊണ്ട് തൻ്റെ അംഗങ്ങളോട് ജുഗുപ്സി ഉണ്ടാവും, മറ്റുള്ളവരുടെ സംസർഗം ഒഴിവാക്കും. അതിന്റെ ഫലം ശൗചത്തിൽ പ്രതിഷ്ഠ കിട്ടിയാൽ ഉണ്ടാവുന്ന ഫലമാണ്. പിന്നെ ശൗചാത് സ്വാംഗ ജുഗുപ്സ പരേര സത്വശുദ്ധി സൗമനസ്യ ഏകാഗ്ര ഇന്ദ്രിയ ജയ ആത്മദർശന യോഗ്യത്വാനി. ശൗചത്തിന്റെ പറഞ്ഞത് ശുചേഹ, ശുചി കൊണ്ട് സത്വശുദ്ധി, ശുചി കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളാണ് പറയുന്നത്. സത്വശുദ്ധി, നമ്മളെ ബോഡി സത്വം ശുദ്ധമാവും. പിന്നെ അതിൽ നിന്ന് സൗമനസ്യം ഉണ്ടാവും, മനസ്സ് നന്നാവും, മനസ്സ് ശുദ്ധമാവും. ഇപ്പൊ ശരീരത്തിൽ നിന്ന് മനസ്സ് ശുദ്ധാവും, ശരീരം ശുദ്ധം കൊണ്ട് മനസ്സ് ശുദ്ധാവും എന്നിവിടെ വരുന്നുണ്ട്. പിന്നെ സത്വശുദ്ധി സൗമനസ്യം തതഃ ഐകാഗ്ര്യം. മനസ്സ് സ്വസ്ഥ ശുദ്ധി ആയാൽ മാത്രമേ ഏകാഗ്രത ഉണ്ടാവൂ. മനസ്സിൽ പല അശുദ്ധികളും വന്നാൽ, ശരീരത്തിന് ശുദ്ധി മാത്രമല്ല, ശരീരത്തിന് ശുദ്ധി കൊണ്ടും മനസ്സ് നേരെയാവും. പിന്നെ ഇതില് കാമം, ക്രോധം ഇതെല്ലാം അശുദ്ധിയാണ്, അതും പോണം. ഐകാഗ്ര്യമുണ്ടും.
പിന്നെയോ ഇന്ദ്രിയജയ, മനസ്സ് ഏകാഗ്രമായാല് അത് ഇന്ദ്രിയങ്ങളിലേക്ക് കടന്നു പോകും. എന്തെങ്കിലും ഇന്ദ്രിയത്തിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളും അതിന്റെ പിന്നാലെ പോകില്ല. എന്തുകൊണ്ട്? മനസ്സ് ഒന്നിലോ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ദ്രിയജയ തദശ്ച ആത്മദർശന യോഗ്യത്വം. അങ്ങനെ ഇന്ദ്രിയ ജയം കിട്ടിയാൽ എന്താവും? ആത്മദർശനത്തിന് യോഗ്യമാവും. നമ്മുടെ ആത്മാവിനെ കാണാനുള്ള യോഗ്യത നമുക്ക് യോഗ്യത്വം ബുദ്ധിതത്വസ്യ ഭവതി. ബുദ്ധിക്ക്, മനസ്സും കിടന്നിട്ടാണല്ലോ ബുദ്ധി. ബുദ്ധിക്ക് തന്റെ ആത്മാവിനെ കാണാനുള്ള യോഗ്യത കിട്ടും. ഏത് ശൗച സ്ഥൈര്യാദധിഗമ്യത. ഇതാണ് പിന്നെ ശൗചത്തിന്റെ ഉറപ്പുകൊണ്ട് നമുക്ക് കിട്ടും. അപ്പൊ ശൗചം കൊണ്ടുള്ള 2 സൂത്രം ഇവിടെ കൊടുക്കും. ഇനി സന്തോഷം. സന്തോഷാത് അനുത്തമഃ സുഖല. സന്തോഷം കൊണ്ട് എന്ത് കിട്ടും? അനുത്തമമായ സുഖലാഭം. അനുത്തമം എന്ന് പറഞ്ഞാൽ അതിലും ഉത്തമമായി വേറെ ഒന്നില്ല. അത്ര ഉള്ള ഒരു സുഖലാഭമാണ് സന്തോഷം കൊണ്ട് കിട്ടുന്നത്. നമ്മൾ പെട്ടെന്നുള്ള സന്തോഷം എന്നുള്ള അർത്ഥത്തുകൂടാ. എച്ച കാമസുഖം ലോകെ എച്ച ദിവ്യം മഹത് സുഖം. ഒരു ശ്ലോകം കൊടുത്തിരിക്കുക. കാമസുഖം ഒരു സുഖമാണ്. അതേപോലെയാണ് എച്ച ദിവ്യം മഹത് സുഖം, സ്വർഗസുഖം. ദിവ്യം, ദിവ്യം എന്ന് പറഞ്ഞാൽ ദിവ, സ്വർഗം എന്നുള്ള അർത്ഥം. സ്വർഗസുഖം. തൃഷ്ണാക്ഷയ സുഖസ്യ ഏതേ നർഹത ഷോഡശീങ്ക. ഈ കാമസുഖവും സ്വർഗസുഖവും തൃഷ്ണാക്ഷയം കൊണ്ട്, തൃഷ്ണ എന്ന് പറഞ്ഞാല് ആഗ്രഹം, ഒന്നിലും ആഗ്രഹമില്ലാതിരിക്കുക എന്നുള്ള സുഖം. ആ സുഖത്തിന്റെ ഷോഡശീങ്കല, അതിന്റെ 16-1 എത്തില്ല ഈ കാമസുഖവും സ്വർഗസുഖം. അതുകൊണ്ട് ഏതാണ് ശരിക്കുള്ളത്? സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ എല്ലാ ആഗ്രഹങ്ങളും അസ്തമിച്ചിട്ടുണ്ടാകുന്ന മനസ്സിന്റെ തൃപ്തി, ആ സന്തോഷം. ആ സന്തോഷം പിന്നെ ഈ അതിന്റെ ഇടയിലൊരു ഇത് വന്നുണ്ട്. അതിന്റെ 16-1 ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് യഥാർത്ഥ സന്തോഷം കിട്ടണം. ഇനി സ്വാധ്യായം. സ്വാധ്യായത്തിന്റെ പ്രതിഷ്ഠ കൊണ്ട് എന്താണ് ഉണ്ടാവുക വെച്ചാൽ, സ്വാധ്യായാത് ഇഷ്ടദേവതാ സംപ്രയോഗ. സ്വാധ്യായം എന്ന് പറഞ്ഞ പഠനം എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയാൽ, അതിൽ ഉറപ്പ് വന്നാൽ ഇഷ്ടദേവത സംപ്രയോഗ, ഇഷ്ടദേവത സംപ്രയോഗ അടുത്ത് വരും. അതാണ് ദേവ ഋഷയ സിദ്ധാശ്ച. അതിന്റെ വ്യാസവാക്യം. ദേവന്മാര്, ഋഷികള്, സിദ്ധന്മാർ, അവര് സ്വാധ്യായശീലസ്യ ദർശനം ഗച്ഛതി. സ്വാധ്യായം ശീലമാക്കിയവന്റെ ദർശനത്തിൽ വരും, അവന് നേരിട്ട് കാണാം. വ്യാസന്റെ ഒരു പുസ്തകം സ്വാധ്യായം ചെയ്ത് അതിൽ ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ വ്യാസനെ വിളിച്ചാൽ വ്യാസൻ അവരെ മുമ്പിൽ വരും. അതാണ് സ്വാധ്യായശീലസ്യ ദർശനം ഗച്ഛതി കാര്യേജ അത്യവർത്തം. അവന് സഹായവും ചെയ്യും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശങ്കരാചാര്യര് മറ്റേ ഇതിന് എന്താണ് മീമാംസ, ഉത്തരമീമാംസ, ബ്രഹ്മസൂത്രത്തിന് ഭാഷ എഴുതിയിട്ട് അതിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് വ്യാസൻ നേരിട്ട് വന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിന് 16 32 കൊടുത്തു ആയുസ് എന്ന് വരെ കഥ. ഇതൊക്കെ ഇതാണ് സ്വാധ്യായാത് ഇഷ്ടദേവത. ഇനി സ്വാധ്യായ സമാധി. സമാധിക്ക് എന്താണ്? സമാധി സിദ്ധി ഈശ്വരപ്രണ.
ഒരു സമാധിയുടെ ഫലം എന്താണ് എന്നും കൂടി ഇവിടെ പറഞ്ഞു വെക്കുക. സമാധി സിദ്ധി എങ്ങനെ കിട്ടും? സമാധി എന്താണ് നേരത്തെ എന്തെല്ലാം വന്ന് ശൗച സന്തോഷ തപസ്വാധ്യായ ഈശ്വര പ്രണിധാനത്തിന്റെയാണ് ഫലം. സമാധി സിദ്ധി ഈശ്വര പ്രണിധാനം. ഈശ്വര പ്രണിധാനം കൊണ്ട് കിട്ടുന്നത് എന്താണ്? സമാധി സിദ്ധി. ഈശ്വര പ്രണിധാനാത് എന്താണ്? ഈശ്വരാർപ്പിത സർവഭാവസ്യ സമാധി സിദ്ധി. ഈശ്വര പ്രണിധാനം എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ മുഴുവനും അർപ്പിക്കാം. നേരത്തെ ഒരു സൂചന വന്നിട്ടുണ്ടത്. അതുകൊണ്ട് സർവഭാവസ്യ, അങ്ങനെ സർവവും അർപ്പിച്ച ഒരു ഭാവമുള്ളവന് സമാധി സിദ്ധി. സർവമീപ്സിതം അവിതഥം ജാനാതി. ഈപ്സിതം, തനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഒരു തടസ്സവുമില്ലാതെ അറിയുന്നു. ജാനാതി, അവന് ഈശ്വര പ്രണിധാനം ഉള്ളവന്. ദേശാന്തരേ ദേഹാന്തരേ കാലാന്തരേ. ദേശാന്തരത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഈശ്വര പ്രണിധാനം ചെയ്തു, എന്നിട്ട് ആ സമാധി കിട്ടിക്കഴിഞ്ഞാല് അമേരിക്കയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കുന്ന ദേശാന്തരത്തിരിക്കുന്നതിനെ പറ്റി അറിയാം. ദേഹാന്തരം, മറ്റവന്റെ ദേഹത്തിന്റെ ഉള്ളിൽ നടക്കുന്നത് അറിയാം. കാലാന്തരം, ഇന്നലത്തേതല്ല, ഇന്നലത്തേതും നാളത്തേതും അറിയാം. തതഃ അസ്യ പ്രജ്ഞ യഥാഭൂതം ജാനാതി. അതുകൊണ്ട് അവന്റെ പ്രജ്ഞ, അവന്റെ ബുദ്ധി യഥാഭൂതം ജാനാതി, എന്താണോ നടക്കുന്നത് അതിനെ അറിയാൻ സാധിക്കും കൃത്യമായി. ഉക്താസഹ സിദ്ധിവിരി യമനിയമാഹ അസനാദായാണ്. ഇനി ഇപ്പം യമനിയമങ്ങള് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒരു മിനിറ്റ് ഞാൻ 8:30 കയറും. കാരണം വെച്ചാൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കും. ആയിക്കോട്ടെ. ഓക്കെ. ആസനാദീനി വയ്ക്കാം. ഇനി ആസനങ്ങളുടെ ഫലമാണ് പറയാൻ പോകുന്നത്. മൂന്ന് ഇതുകൊണ്ട്. തദ്യഥ പത്മാസനം, ഭദ്രാസനം, വീരാസനം, സ്വസ്തികം, ദണ്ഡാസനം, സോപാശ്രയം, പര്യങ്കം, ക്രൗഞ്ച നിഷേധനം, ഹസ്തി നിഷേധനം, ഉഷ്ടനിഷേധനം, സമസംസ്ഥാനം, സ്ഥിരസുഖം, യഥാസുഖം ച ഇതി ഏവം ആദീനി. പ്രത്യേകമൊന്നുമില്ല, കുറെ ആസനങ്ങളുടെ പേര് പറഞ്ഞതാണ്. ഇതൊക്കെയാണ് പിന്നെ ആസനം എന്ന് പറയുന്നത്. സ്ഥിരസുഖം ആസനം. ഇതൊക്കെ സ്ഥിരമായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നത്. സമസംസ്ഥാനം, കുറച്ച് നല്ല സമമായിട്ടിരിക്കും. സ്ഥിരസുഖം, അത് സ്ഥിരവും സുഖവുമായി. യഥാസുഖം ച ഇത്യവമായി. അടുത്ത സൂത്രത്തിൽ കുറച്ചുകൂടി ഇതിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പ്രയത്നശൈഥില്യ അനന്ത സമാവർത്തിഭ്യാം. സ്ഥിരം എന്നുള്ളതിന്റെ പ്രയത്നശൈഥില്യം എന്നും കൂടി ഇത് വരുന്നുണ്ട് ഇവിടെ. ഭവതീതി വാക്യശേഷം. അതിൻ്റെത് പ്രയത്നോപരമാസിദ്ധ്യത്യാസനം. ആസനത്തിന് സിദ്ധി വരണമെങ്കിൽ എങ്ങനെ വേണം? അത് ഇത് പഠിച്ചാല് അതെന്താ പറയുന്നത്? പ്രയത്നോപരമഹ, പ്രയത്നം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരു പരിശ്രമം ചെയ്യേണ്ട ആവശ്യം വരാൻ പാടില്ല. അങ്ങനെയുള്ള അവസ്ഥയെത്തണം ഈ ഒരു ആസനത്തിന്റെ ഫൈനൽ പൊസിഷൻ. അവിടെ ഇനിയൊന്നും പരിശ്രമമൊന്നും ആവശ്യമില്ല, അവിടെ അനായാസമായിട്ട്. അതാണ് പ്രയത്നോപരമഹ സിദ്ധ്യതി ആസനം. ആസനം സിദ്ധിക്കുന്നത് അതിലൂടെയാണ്, പ്രയത്നം ഇല്ലാണ്ട്. അപ്പൊ നമുക്ക് 3 മണിക്കൂർ മുമ്പേ ഒരു നിയമമുണ്ട്. 3 മണിക്കൂർ പത്മാസനത്തെ അനങ്ങാണ്ടിരിക്കണം, കാല് ധരിക്കാൻ പാടില്ല. ആ കഴിവ് കിട്ടണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ മറ്റാസനങ്ങളും പല ആസനങ്ങളും ചെയ്ത് നമ്മുടെ ബോഡി ഫ്ലെക്സിബിളാണ്. അങ്ങനെ ഒരു സ്ഥിരമാക്കി വെക്കുന്ന അതിനെയാണ് ആസനം, അതിനെ പറയാൻ പറ്റും. അപ്പൊ ആസനത്തിന്റെ 2 ലക്ഷണം: സ്ഥിരസുഖമാസനം, പ്രയത്ന ശൈഥില്യം. ഒരു പ്രയത്നവും
പ്രയത്നം ശിഥിലമാകും, പ്രയത്നം ഇല്ലാണ്ട. പിന്നെയോ അനന്ത സമാപത്തിഭ്യാം ഏന ന അംഗമേജയോ ഭവതി എന്നാണ്. ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം അനങ്ങാൻ പാടില്ല. അതാണ് പ്രയത്നശൈതി. പിന്നെയോ അനന്തേവാ സമാപന്നം ചിത്തം ആസനം നിവർത്തയതീതി. ചിത്തം എന്താവണം? അനന്തതയിൽ ലയിക്കാനുള്ള സമർത്ഥം. അനന്ത സമാപത്തി. സമാപത്തി എന്ന് പറഞ്ഞാൽ ചേരല്, അല്ലെങ്കിൽ അതിൽ എത്തിപ്പെടല്, കിട്ടല് എന്നൊക്കെ. അപ്പോ അനന്ത സമാപത്തി. അതേപോലെ പ്രയത്ന ശൈഥില്യം. പ്രയത്നം നമുക്ക് ഒരു തരത്തിൽ വേറൊരു തരത്തിൽ എടുക്കുന്നത് ശരീരത്തിൻ്റെതാണ് പ്രയത്നം. അതേപോലെ സമാപത്തി എന്ന് പറയുന്നത് മനസ്സിന്റെയാണ്, അല്ലെങ്കിൽ അന്തരംഗത്തിന്റെയാണ്. ഒന്ന് ബാഹ്യമാണ്, മറ്റേത് അന്തരം. രണ്ടിലും ശാന്തത കിട്ടണം. അതാണ് ആസനത്തിന്റെ സിദ്ധി എന്ന് പറയുന്നത്. തതോ ദ്വന്ദ്വ അനഭിഘാത. 48. ദ്വന്ദ്വം. നേരത്തെ നമ്മൾ ദ്വന്ദ്വം എന്ന് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു എനിക്ക്. ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ ഇരട്ട. ശീതം, ഉഷ്ണം, പിന്നെ ദാഹം, വിശപ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ആസനത്തിൽ ജയം വന്നാല് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവന് സുഖവും ദുഃഖവും ഒന്നും ബാധിക്കില്ല. പിന്നെ ശീതം, ഉഷ്ണം ബാധിക്കില്ല. അതങ്ങനെ ദ്വന്ദ്വ അനഭിഘാത. അഭിഘാതം എന്ന് പറഞ്ഞാൽ അടിയാണ്. അനഭിഘാതം അടി കിട്ടാതിരിക്കും. അപ്പോ ദ്വന്ദ്വങ്ങള് അവനെ ബാധിക്കാതിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇനി തസ്മിൻ സതി. അടുത്തത് പ്രാണായാമം. പ്രാണായാമം നമുക്ക് ഓടിച്ചൊന്ന് പോവാം. വിശദമായിട്ട് നമുക്ക് വേറെ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രാണായാമത്തിന് ഞാൻ അധികം വെക്കുന്നില്ല. പിന്നെ തസ്മിൻ സതി ശ്വാസപ്രശ്വാസയോ ഗതിവിച്ഛേദ. ശ്വാസപ്രശ്വാസങ്ങളുടെ ഗതി മുറിക്കുന്നതാണ് പ്രാണായാമം. പിന്നെ പ്രാണായാമത്തിനെ പറ്റിയിട്ട് നമ്മുടെ അദ്ദേഹം ഒരു ഇതിൽ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഞാൻ വായിക്കുന്നില്ല. ഏതായാലും ശ്വാസം പ്രശ്വാസം, ശ്വാസം എടുക്കുക, ശ്വാസം വിടുക, അതിന്റെ ഗതിയില് പല മാറ്റങ്ങളും വരുത്തുന്നതാണ്. ബാഹ്യാഭ്യന്തര സ്തംഭവൃത്തിർ ദേശകാല സംഖ്യാഭി പരിദിഷ്ടോ ദീർഘസൂക്ഷ്മ. ആ പ്രാണായാമം തന്നെ ബാഹ്യ അഭ്യന്തര വൃത്തികളെ സ്തംഭിപ്പിക്കുക. അതോ ദേശകാല സംഖ്യാഭി പരിദിഷ്ട. അത് ദേശം, കാലം, സംഖ്യ. ദേശം എന്ന് പറഞ്ഞാൽ ഇത്ര ദൂരത്തിൽ ശ്വാസം, അല്ലെങ്കിൽ കാലം ഇത്ര മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഇത്ര ക്ഷണം കൊണ്ട് ശ്വാസം കഴിച്ചു, പിന്നെ ഇത്ര ശ്വാസം എടുത്തു, അങ്ങനെ സംഖ്യ. ഇതിനെ കൊണ്ടെല്ലാം നിയന്ത്രിക്കുന്നതാണ് ദീർഘസൂക്ഷ്മം. അങ്ങനെ ദീർഘസൂക്ഷ്മമായി തീരും പ്രാണം. 51ാമത്തെ സൂത്രം ബാഹ്യാഭ്യന്തര വിഷയാക്ഷേപി ചതുർത്ഥ. ഇത് തന്നെ ബാഹ്യ അഭ്യന്തര വിഷയങ്ങളെ കടന്നു വെക്കുന്നത് ചതുർത്ഥമായിട്ടുള്ള 4ാമത്തെ ഒരു തരം പ്രാർത്ഥന. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന്റെ ഫലം തദക്ഷീയതയെ പ്രകാശ ആവരണം. അതിൽ നിന്ന് പ്രകാശത്തിന്റെ ആവരണം. നമുക്കൊരു പ്രകാശമുണ്ട് നമ്മുടെ മനസ്സിന് എല്ലാവരും. അതിന്റെ അതിനൊരു ആ പ്രകാശത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു മറയുണ്ട്. അത് ക്ഷീയത. ആ ആവരണം ഇല്ലാണ്ട്. ധാരണാസുച യോഗ്യത. എന്നിട്ട് എന്താവും? പ്രാണായാമം കഴിഞ്ഞാൽ പ്രത്യാഹാരം കഴിഞ്ഞ് ധാരണ വരുന്നുണ്ട്. ആ ധാരണകളിൽ യോഗ്യതയുണ്ടാവും മനസ്സിൽ. ധാരണകളിൽ ധാരണാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ധാരണകളിൽ നിന്നും എടുക്കാം, ധാരണ, ധ്യാന, സമാധി എന്നും എടുക്കാം. അപ്പൊ അതില് യോഗ്യതയുണ്ടാവും. ഇനി സ്വവിഷയ അസംപ്രയോഗേ ചിത്തസ്വരൂപ അനുകാരവിന്ദ്രിയാണാം പ്രത്യാഹാരം. അടുത്തത് പ്രത്യാഹാരം. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ എല്ലാ ഇതിനെയും ഉള്ളിലേക്ക് വലിക്കുക എന്നുള്ളതാണ് പ്രത്യാഹാരം. അപ്പം അതും ഇന്ദ്രിയാണ്. ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാവരിനെയും ഉള്ളിലേക്ക് വലിക്കുന്നു എന്ന് എടുത്താൽ മതി.
അതും വലിയ വിശദമായിട്ട് പോകേണ്ട ഇതില്ല. തതപരമാ വശ്യത ഇന്ദ്രിയ. അതാണ് അവിടെ ഒട്ടാകെ നമുക്ക് ഇതിൽ ഫലം കിട്ടുന്നത്. എന്താണ്? ഈ പ്രത്യാഹാരം ഇന്ദ്രിയങ്ങളെ ഉള്ളോട്ട് വലിച്ചാല് തതഹ പരമാവശ്യത ഇന്ദ്രിയ. ഇന്ദ്രിയങ്ങൾക്ക് വശ്യതയുണ്ടാകും. വശ്യത എന്ന് വശമാക്കുക, നിയന്ത്രിക്കുക എന്നർത്ഥം വശ്യത എന്ന്. അപ്പോ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും നല്ല നിയന്ത്രണമുണ്ടാകും. ശബ്ദാദിഷു അവ്യസനം ഇന്ദ്രിയ ജയം. ശബ്ദം മുതലായിട്ടുള്ള ശബ്ദം, സ്പർശം, രൂപം, രസം എന്ന് പറയുന്ന എല്ലാറ്റും ഉണ്ടല്ലോ. അതാണല്ലോ ഓരോ ഇന്ദ്രിയത്തിലൂടെ വലിച്ചെടുക്കുന്നത്. അതിലൊക്കെ അവ്യസനം, അതൊന്നും നമ്മളെ ദുഃഖിപ്പിക്കുന്നു. അതാണ് പിന്നെ ഈ പ്രത്യാഹാരം എന്ന് പറയും. ഞാൻ അതിന്റെ വിശദാംശം വായിക്കുന്നില്ല, അത് സിമ്പിളാണ്. വേണമെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്ന് വായിച്ചു. അപ്പോ സാധനാപാദം കഴിഞ്ഞു. നമുക്ക് സാധനാപാദം കഴിയുന്നത് ഇതായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. കാരണം നമ്മൾ അതിൽ നിന്ന് കഷ്ണമായിട്ട് എടുത്തിട്ടില്ല. അപ്പോ പ്രത്യാഹാരം വരെ കഴിഞ്ഞു. 5 അംഗങ്ങൾ കഴിഞ്ഞു. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാരം. ഇനി 3 ഉള്ളൂ. അതിനെ പറ്റിയിട്ട് വളരെ കുറച്ച് ഇതിൽ വന്നിട്ടുള്ളൂ. കാരണം വിശദമായിട്ടുള്ള സമാധി മുതലായിട്ടത് വേറെ വിശദമായിട്ട് വരുന്നുണ്ട്. ഇനി ധാരണ എന്താണ്? ദേശബന്ധ ചിത്തസ്യ ധാരണ. ദേശബന്ധം, ദേശത്തിൽ ബന്ധിക്കുക. ഏതിനെ? ചിത്തത്തിനെ, മനസ്സിന്. അതിനെയാണ് ധാരണ. ഏതെല്ലാം ദേശം നിരൂപിക്കും. നാഭിചക്രത്തില് അല്ലെങ്കിൽ ഹൃദയ പുണ്ടരീകെ, നമ്മുടെ ഹൃദയപത്മം, ഹൃദയ താമര, അതില് മൂർധജ്യോതിഷി, തലയില് നാസികാഗ്രേ, ജിഹ്വാഗ്രേ ഇത്യാദിഷു ദേശേഷു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബാഹ്യേഷു ച വിഷയേഷു, മറ്റ് ബാഹ്യ വിഷയങ്ങളിലും ആവാം. ശ്രീകൃഷ്ണന്റെ പ്രതിമ അങ്ങനെയുള്ള അതായാലും കുഴപ്പമില്ല. ചിത്തസ്യ വൃത്തിമാത്രേണ ബന്ധ ഇത്. അതില് ചിത്തത്തിന്റെ വൃത്തി അതില് വെക്കാം. സമാധി എന്ന് പറയുന്നത് ചിത്തവൃത്തി നിരോധാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ മുഴുവൻ വൃത്തികളും പോകുന്നില്ല. ഒരു വൃത്തി ശേഷിക്കും. ഒരു വൃത്തിയല്ല, പല വൃത്തികളും ഇല്ലതിന് കളഞ്ഞ് അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോന്നില് പിടിച്ചു നിർത്തുന്നത്, ദേശബന്ധം ചെയ്യുന്നത്. അങ്ങനെ ദേശം ബന്ധം ചെയ്യുന്നതാണ് ധാരണ, ധരിക്കുക, പിടിച്ചു നിർത്തുക. ഇനി ധ്യാനം. തത്ര പ്രത്യയ ഏകദാനത ധ്യാനം. ഈ 3 യോജിച്ച് ഏകദേശം ഒരേപോലെയാണ്. ധാരണ, ധ്യാന, സമാധി ഒന്നിച്ചാണ് പറയുന്നത്. അപ്പം എന്താണ് ധ്യാനം? തസ്മിൻ ദേശേ, നേരത്തെ നമ്മൾ കേന്ദ്രീകരിച്ച ആ ദേശം, ആ സ്ഥലം, അതില് ആ ധേയാവലംബനസ്യ, നമ്മുടെ ധ്യാനത്തിന് അവലംബമായിട്ടുള്ള ആ വസ്തു, ആ സ്ഥലം അല്ലെങ്കിൽ ആ ദേശം, അത് പിന്നെ ഏതെങ്കിലും പ്രതിമയായാലും അതുമല്ല ഇതിൽപ്പെട്ടു. പ്രത്യയസ്യ ഏകദാനത, ആ നമ്മുടെ ആ വൃത്തി അതില് മുഴുകി അതിനെ പിടിച്ചു നിർത്താൻ നമ്മൾ നേരത്തെ നോക്കി. ആ നിർത്തിയിട്ട് അത് ഏകദാനമായിട്ട് തുടർച്ചയായിട്ട് ഒഴുകുക, വേറെ ഒന്നിലും പോകാതെ അതിൽ തന്നെ മനസ്സൊഴുകുക. ചെറിയ പണിയൊന്നുമല്ല. ആ ഏകദാനത സദൃശ പ്രവാഹ, ഒരേ പ്രവാഹം, ഒരേ ഒഴുക്ക്, അതാണ്. അപ്പം ഒഴുക്ക് മുറിയാനും പാടില്ല, ഒഴുക്ക് വ്യത്യസ്തമാവാനും പാടില്ല. ഒരു വൃത്തിയിൽ തന്നെ സദൃശ പ്രവാഹ പ്രത്യയ അന്തരേണ അപരാമൃഷ്ട, മറ്റൊരു പ്രത്യയമില്ലാതെ, അതെ വേറെ ഒന്നിലും പോകാൻ പാടില്ല, ഒന്നില് മാത്രം അത് അണമുറിയാതെ ഒഴുകുന്നത് ആണ് പിന്നെ ധ്യാനം എന്ന് പറയുന്നത്. അപ്പം പിന്നെ ഇതിലൊക്കെ പറയണത് എന്താണ്? ഈ വെള്ളം മുറിഞ്ഞു ആണ് ഒഴുകുക. അതേസമയം
പിന്നെ എണ്ണ മുറിയാതെ ഒഴുകും. തൈലധാരാവത്. തൈലം എന്ന് പറഞ്ഞാൽ എണ്ണയുടെ ധാര പോലെ. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ഒന്നിൽ തന്നെ വിട്ടുപോവാതെ ഒഴുകുന്നത് ധ്യാനം. അപ്പൊ ധാരണയും ധ്യാനം തമ്മിൽ എന്താ വ്യത്യാസം? ധാരണയില് പരിശ്രമമാണ് നടക്കുന്നത്, തുടർച്ച കിട്ടി. ധ്യാനത്തില് ആ പരിശ്രമത്തിന്റെ ഫലമായിട്ടൊരു തുടർച്ച കിട്ടും. അതിൽ തന്നെ ഒരു പ്രത്യയം അവിടെയുണ്ട്. ആ ദേശബന്ധമുണ്ട്. ആ ദേശത്തിൽ തുടർച്ചയായിട്ട് വരുന്നത് ധ്യാനം. പതഞ്ജലിയുടെ ധ്യാന സങ്കല്പം നമ്മൾ മനസ്സിലായി. മൂന്നാമത്തേത് ധ്യാനം, സമാധി. തദേവ ധ്യാനം. നേരത്തെ പറഞ്ഞു, ധാരണ എന്ന് പറഞ്ഞതിന് തസ്മിൻ ദേശേന്ന് രണ്ടാമത്തെ ധ്യാനത്തിൽ ഒരു കണക്ഷൻ കൊടുത്തിട്ട്, അതേ ധ്യാനം എന്ന് മൂന്നാമത്തേന് കൊടുത്തു. ധാരണ, ധ്യാന, സമാധി ഒരു തുടർച്ചയാണ്. മൂന്നും വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര അടുപ്പുള്ളതാണ്. തദേവ ധ്യാനം ധ്യേയാകാര നിർഭാസം പ്രത്യയാത്മകേന സ്വരൂപേണ ശൂന്യമിവ. ആ നമ്മൾ ഏതിനെയാണോ ആ ദേശം ഏതിനെയാണോ ധ്യാനിക്കുന്നത് അതിന്റെ ആകാരം ക്രമത്തിൽ ശൂന്യമാണ്. അതിൽ നമ്മളങ്ങോട്ട് വിട്ടിട്ട് അത് ശൂന്യമാകുന്ന ഒരവസ്ഥ. ശൂന്യമിവ യഥാഭവതി ദേഹസ്വഭാവ ആവേശാത് തഥാ സമാധിരിത്യുച്ഛ. അങ്ങനെ വരുമ്പോഴത് സമാധി എന്ന് പറയും. അപ്പൊ ധാരണാധ്യാന സമാധിയെ പറ്റി സിമ്പിളായിട്ട് കൊടുത്തതെങ്കിലും നമ്മൾ അതിന്റെ വളരെ മർമ്മമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ത്രയം ഏകത്ര സംയമ. ഈ ത്രയം ധാരണ, ധ്യാന, സമാധി, അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ത്രയം ഏകത്ര സംയമം. തത് ഏതത് ധാരണ, ധ്യാന, സമാധി ത്രയം ഏകത്ര സംയമം. ധാരണ, ധ്യാന, സമാധി ഇത് മൂന്നും ഒരേ ദിക്കിൽ തന്നെ ചേർന്നാൽ ഒരു ക്രമം, ഒരു ധ്യാനം, ധാരണ വന്നു, അതിൽ ധ്യാനം, ആ ധ്യാനത്തിൽ സമാധി, ഇങ്ങനെ വന്നാൽ അതിന് സംയമം. ഏക വിഷയാണി ത്രീണി സാധനാനി സംയമയുജ്യ. ഒരേ വിഷയത്തില് 3 സാധന ഒരേപോലെ, ധാരണയും ധ്യാനവും സമാധിയും, അതെല്ലാം കൂടി വന്നാല് അതിന് സംയമം എന്ന് പേര്. തദസ്യ ത്രയസ്യ താന്ത്രികയും പരിഭാഷ സംയമ. അതിന്റെ ഒരു താന്ത്രികമായ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇപ്പോ ഒരു ടിപ്പിക്കലായിട്ട് അതിനൊരു സാങ്കേതിക നാമം കൊടുത്തിരിക്കുക, സംയമമാണ്. വേറെ ഒരു അർത്ഥം അതിന് എടുക്കരുത്. സംയമം എന്ന് പറഞ്ഞാൽ കൺട്രോൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇതിന് സംയമമാന്ന് പറഞ്ഞാൽ ഈ 3 എണ്ണത്തിന്റെയും ഒന്നിച്ചുള്ളത് എന്ന് എടുക്കണം എന്നിവിടെ പറഞ്ഞു വെച്ചു. തജ്ജയാത് പ്രജ്ഞാലോക. ആ ജയം, അതിന്റെ ജയം കൊണ്ട്, ഈ സംയമത്തിന്റെ ജയം കൊണ്ട് എന്തുണ്ടാകും? ജയാത് സമാധി പ്രജ്ഞായാഹ ഭവതി ആലോക. സമാധി പ്രജ്ഞ ഇവിടെ ആലോകം. യഥാ യഥാ സംയമഃ സ്ഥിരപദോ ഭവതി തഥാ തഥാ സമാധി പ്രജ്ഞ വിശാരദീ ഭവതി. ഇത് പിന്നെയും മുന്നോട്ട് പോകുമ്പം സമാധി പ്രജ്ഞ വിശാരദയാവും. അപ്പൊ ഇതിന്റെ അപ്പുറത്തും പല സംഗതികളും നേടാനുണ്ട്. ഈ 8 അംഗവും ചേർന്നിട്ടാണ് മനസ്സിന് ശുദ്ധി കൊടുക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞു. ആദ്യം ഇതിന് 8 അംഗം തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള യോഗാംഗാനുഷ്ഠാന അശുദ്ധിക്ഷയെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എന്റെ ലക്ഷ്യം. ഇപ്പൊ സമാധി വരെയുള്ള 8 അംഗങ്ങൾ കൊണ്ട് കിട്ടുന്ന എന്താണ്? മനസ്സിന്റെ അശുദ്ധി ക്ഷയിക്കണം. ആ അശുദ്ധി ക്ഷയിച്ചിട്ടാണ് ബാക്കിയെല്ലാം മുന്നോട്ട്. അതുകൊണ്ട് സമാധി ഒരു ലക്ഷ്യമായിട്ട് ഈ സമാധിയെ എടുത്തു. ഇത് മാർഗം. അതിന്റെ അപ്പുറത്തും ചില സമാധികളുണ്ട്. അപ്പൊ ഈ സമാധിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ സമാധിയിലേക്ക് എത്താനുള്ള വൈശാരഥ്യം ഉണ്ടാകും എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് അവിടെ എത്താം. ഏകദേശം 8 അംഗങ്ങളായി. ഇനി അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് അത് നമുക്കറിയാലോ.
ഇത് മുഴുവനും യോഗത്തിൻ്റെതാണ്. അതുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ശാന്തി ശാന്തി ശാന്തി.